ഡിവിസിബിലിറ്റി ബൈ 11, 101, 1001. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് കാണാം നോക്കാം. ഈസി ട്രിക്കാണ്. അപ്പോൾ ഒരു നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ, അല്ലെങ്കിൽ 101 കൊണ്ട് ഡിവിസിബിൾ ആണോ, അല്ലെങ്കിൽ 1001 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നറിയാൻ നമ്പറിൻ്റെ ഒരു പാറ്റേൺ മാത്രം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അല്ലാതെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ടൈം കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എ ബി ബി എ ഈ ഒരു ഫോമാറ്റ് ആണെങ്കിൽ എപ്പോഴും ഇറ്റ് വിൽ ബി ഡിവിസിബിൾ ബൈ 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. നമുക്കിങ്ങനെ ഡിവിസിബിളിൻ്റെ ഇതിടാം. അപ്പോൾ എ ബി ബി എ ഡിവിസിബിൾ എപ്പോഴും 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 5, 3, 3, 5. അതായത് എ ബിയും ബി എയും 5, 3യും 3, 5ഉം ഈ ഒരു ഫോമാറ്റിലാണെങ്കിൽ അത് 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. 5, 3, 3, 5 11 കൊണ്ട് എത്ര ടൈംസ്? 4 ടൈംസ് പറ്റും അല്ലേ? 44. 5 ടൈംസ് പറ്റത്തില്ല, 55. അപ്പോൾ 44. ബാക്കി എത്ര? 9. 3 ഇവിടെ ഉണ്ട്. ബാക്കി 93 എത്ര പ്രാവശ്യമുണ്ട്? 8 ടൈംസ് അല്ലേ? 88. ബാക്കി എത്ര? 13 8 പോയാൽ 5 അല്ലേ? ബാക്കി ഇവിടെ എത്ര? 5. 5 ടൈംസ്. അതായത് 485 ആണ് നമ്മുടെ ആൻസർ. ഈസി അല്ലേ? അപ്പോൾ ഒരു നമ്പർ 11 കൊണ്ട് ഒരു നമ്പർ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്പേഴ്സ് ഈ ഫോമാറ്റിലാണെങ്കിൽ എ ബി ബി എ 5, 3, 3, 5 ഈ ഫോമാറ്റിലാണെങ്കിൽ 11 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് 101 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമ്പറിൻ്റെ ഫോമാറ്റ് എങ്ങനെയായിരിക്കും? അതായത് എ ബി എ ബി ഇങ്ങനെ വരുന്ന ഫോമാറ്റ് ആണെങ്കിൽ ആ നമ്പർ 101 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്താലോ. 5, 3, 5, 3 അപ്പോൾ ഇത് ഡിവിസിബിൾ ആണോ എന്നുള്ളത് നോക്കാം. 5, 3, 5, 3 ഡിവൈഡഡ് ബൈ 101. എത്ര പ്രാവശ്യം എഴുതാം നമുക്ക്? 5 ടൈംസ് എഴുതാം അല്ലേ? 5 നോട്ട് 5. ബാക്കി എത്ര? 0, 3, 3. അപ്പോൾ എത്ര? 3 ടൈംസ്. അപ്പോൾ 303. അപ്പോൾ നമ്മുടെ ആൻസർ ആയില്ലേ? അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു ഫോമാറ്റിലാണെങ്കിൽ ആ നമ്പർ ഉറപ്പായിട്ടും 101 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. നമ്മുടെ ആൻസർ എത്ര? 53. ഈസി അല്ലേ? ഇനി 1001 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഡിവിസിബിലിറ്റിയുടെ നമ്പർ ഫോമാറ്റ് നോക്കാം. എ ബി സി ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിവിസിബിൾ ബൈ 1001. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 532, 532 ഈ ഒരു നമ്പർ 1001 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 1001. അപ്പോൾ ആദ്യം എത്ര? 5 ടൈംസ് ചെയ്യാം. അപ്പോൾ 5005 അല്ലേ? അപ്പോൾ അത് നമ്മൾ ഡിവൈഡ് ചെയ്തു. ബാക്കി എത്ര? 5 നിന്ന് 5 പോയാൽ 0, 3 ഉണ്ട്, 2 ഉണ്ട്, 3. അപ്പോൾ ഇത് എത്ര പ്രാവശ്യം? 3 ടൈംസ് അല്ലേ? 3 × 1001 ദാറ്റ് ഈസ് 3003. ബാക്കി എത്ര? 002, 2. അപ്പോൾ 2 ടൈംസ് അല്ലേ? 2002 ഡിവിസിബിൾ ബൈ എത്ര? 1001. അപ്പോൾ നമ്മുടെ നമ്പർ ഫോമാറ്റ് എങ്ങനെയാണ്? എ ബി ബി എ ആണെങ്കിൽ 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. എ ബി ആണെങ്കിൽ 101 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. എ ബി സി ആണെങ്കിൽ 1001 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഈസി അല്ലേ? ഓക്കെ.